ഹായ്, വെൽക്കം ടു റെട്രോ കാതികൻ. കാന്താര, കാണ്ട്ര, കാന്താര റിവ്യൂയിലേക്ക് വരാം. കാന്താര ഫസ്റ്റ് അത് തിയേറ്ററിലുണ്ടാക്കിയ ഇമ്പാക്റ്റ് അറിയാം. കാരണം അതൊരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ വന്ന് പിന്നെ ഒരു വേവായി മാറുകയാണ് ചെയ്തത്. ആ സിനിമ എൻഡ് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു പ്രീക്വൽ എന്നുള്ള രീതിയിലാണ് ചാപ്റ്റർ 1 ഇന്ന് ഇറങ്ങിയത്. കഥയുടെ എല്ലാം കോർ ഒരു സംഗതി എന്ന് പറയുന്നത് ഒരു ധർമ്മ സംസ്ഥാപനം തന്നെയാണ്. ഭൂമിയെ സംരക്ഷിക്കുക എന്നുള്ളൊരു കോർ എലമെൻറ്റിൽ നിന്നാണ് ഈ കഥയും മുന്നോട്ട് പോകുന്നത്. പീരീഡ് മാത്രം ഒന്ന് മാറി, കഥയൊക്കെ നന്നായിട്ട് തന്നെ അത് നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സീൻസുകളുടെ എല്ലാം ആ ഒരു ഇമോഷണൽ സൈഡും അതിൻ്റെ ഒരു ഗ്രാവിറ്റിയും എലിവേഷനും എലമെൻസും ഒക്കെ നന്നായിട്ട് തന്നെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തികഞ്ഞൊരു പാക്കേജ് ആയിരുന്നു ചാപ്റ്റർ 1. അപ്പോൾ ഈ സിനിമ കഥയുടെ കാര്യത്തിലും സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിലും കുറച്ചുകൂടെ ഒരു എക്സ്ട്രാ ആണ്. ഫസ്റ്റ് പാർട്ട് ആയിട്ട് താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ, താരതമ്യം എന്ന് പറയാൻ പറ്റില്ല, കാരണം പ്രീക്വൽ സീക്വൽ കളികളായതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ അതിനോടൊപ്പമോ അല്ലെങ്കിൽ അതിനേക്കാളും ഉയരെയാണ് ഈ സിനിമയുടെ ഒരു ഗ്രാഫ് പോയിരിക്കുന്നത്. ആൻഡ് എല്ലാം വന്നിട്ടുണ്ട് സിനിമയ്ക്കകത്ത്. പഞ്ചുരുളി, ഗുളികൻ്റെ തന്നെ പല ഭാവങ്ങൾ, രുദ്രഗുളിക എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങൾ, പിന്നെ ശിവൻ്റെ ഒരു സംഭവം വരുന്നുണ്ട്, ചാമുണ്ടി വരുന്നുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. സിനിമ നല്ല രീതിയിൽ തന്നെ കഥ തുടങ്ങി ഇൻ്റർവെല്ലായി ആൻഡ് എൻഡ് വരെ ഇങ്ങനെ തന്നെ പോന്നു. നല്ല രസമുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇൻ്റർവെല്ലാണ്. ഇൻ്റർവെല്ല് ഒന്നും പറയല്ല, പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇൻ്റർവെൽ സീക്വൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് അത് നിങ്ങൾ കാണാൻ മനസ്സിലാകുന്നത് ഞാൻ പറഞ്ഞ് സ്പോയിലർ ആക്കുന്നില്ല. ഭയങ്കര ഒരു ആ ഇൻ്റർവെൽ കണ്ടപ്പോൾ ഒരു തരിപ്പ്, രോമാഞ്ചം, ഭയങ്കര ഗൂസ്ബംസ് ആയിരുന്നു. അവസാനം ഉള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ഭാവത്തിലേക്ക് മാറുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് കാന്താര ഫസ്റ്റ് പാർട്ടിൽ കണ്ടതിൻ്റെ അതിൻ്റെ ഒരു അങ്ങനെ ഒരു സീക്വൻസ് ഈ സിനിമയിൽ വരുന്നുണ്ട്. പക്ഷേ അത് ഇതിൻ്റെ ക്ലൈമാക്സിലല്ലെന്ന് മാത്രം, അതൊരു പോയിന്റിലാണത് വരുന്നത്. പക്ഷേ ക്ലൈമാക്സ് ഫസ്റ്റ് പാർട്ടിനെ അപേക്ഷിച്ച് വേറൊരു രീതിയിലാണ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഭാവമാറ്റങ്ങൾ തന്നെ, പക്ഷേ എന്നിരുന്നാൽ പോലും അത് വേറൊരു പാക്കേജ് തന്നെയായിരുന്നു. ടെക്നിക്കൽ സൈഡ് എല്ലാം പൊളിയായിരുന്നു. ഒന്നും യാതൊരുവിധ കുറവും തോന്നില്ല. സൗണ്ട് ആയാലും പ്രൊഡക്ഷൻ ഡിസൈൻ ആയാലും എല്ലാം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് എവിടേക്കോ പ്രൊഡക്ഷൻ ഡിസൈൻ നെഗറ്റീവ് അഭിപ്രായങ്ങൾ വന്നിട്ടുള്ള സിനിമയാണെങ്കിൽ കൂടിയും എനിക്ക് കുറച്ചുകൂടെ പേഴ്സണലി ഫീൽ ചെയ്തത് അറബിക്കടലിൻ്റെ സിംഹം മരയ്ക്കാറില്ലേ, അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഡിസൈൻ്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ്. ഏകദേശം അതിനോടൊപ്പം തന്നെ നിന്നു, അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ തന്നെ നിന്നു. അതോടെ കമ്പാരിസൺ ചെയ്യല്ല ഞാൻ. എന്നാൽ പോലും ആ ക്വാളിറ്റി ഉണ്ടായിരുന്നു. നല്ല ഒരു പ്രൊഡക്ഷൻ ഡിസൈനിൽ തോന്നിയത്. ഡയറക്ഷൻ സൈഡിലായാലും ശരി, സ്ക്രിപ്റ്റ് ഋഷഭ് ഷെട്ടി മാത്രമല്ല ചെയ്തിരിക്കുന്നത്, ഷനൽ ഗൗതം ഉണ്ട്, പിന്നെ അനിരുദ്ധ് എന്ന് പറയുന്നൊരു റൈറ്ററും കൂടെ ഉണ്ട്. പിന്നെ ആക്ടേഴ്സ് എല്ലാം കാന്താരയിൽ കണ്ട സെയിം ആക്ടേഴ്സ് വന്നിട്ടുണ്ട് ചില കഥാപാത്രങ്ങൾക്ക്. ഋഷഭ് ഷെട്ടി ഈ സിനിമയിലും നല്ലൊരു അടിപൊളി ഡയറക്ടറാണെന്ന് തെളിയിച്ചു. എല്ലാം കാസ്റ്റിംഗ് എല്ലാം സൂപ്പർബായിരുന്നു. സിനിമാറ്റോഗ്രാഫി സൂപ്പറാണ്, VFX കൊള്ളാൻ നന്നായിട്ടുണ്ട്, സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് സൂപ്പറാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാന്യമായിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സീനുകളുടെ ഷിഫ്റ്റിംഗ് ഭയങ്കരമായിട്ട്, ടൈം ലൈനിൻ്റെ ഷിഫ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ യുദ്ധത്തിൻ്റെ ഇടയിലുള്ള ആ ടൈം ലൈൻ ചേഞ്ചൊക്കെ നന്നായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് സീക്വൻസ് നന്നായിട്ടുണ്ട്. ഒന്നുമില്ല, എല്ലാം പോസിറ്റീവായിട്ടാണ് തോന്നിയത്. എല്ലാം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഉള്ള മിത്തായിട്ടുള്ള എലമെൻസും പുരാണങ്ങളിൽ നിന്നുള്ള എലമെൻസും എല്ലാം നല്ല നീറ്റായിട്ട് തന്നെ, അത് എത്രത്തോളം നന്നായിട്ട് തന്നെ നീതി പുലർത്തുന്ന രീതിയിലാണ് അതിൻ്റെ എലമെൻസ് എല്ലാം ഈ കഥയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിനകത്തെല്ലാം ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. റീസെൻ്റ്ലി കണ്ട സിനിമകളിലെ മിത്തുകളോ മറ്റ് കഥകളോ പോലൊന്നുമല്ല. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം എടുത്ത് പറയുന്നത്. ജയറാമിൻ്റെ കഥാപാത്രം ഒക്കെ കുറേ നാൾക്ക് ശേഷം അദ്ദേഹത്തിൽ നിന്ന് നല്ലൊരു പെർഫോമൻസ് കാണാൻ പറ്റി. നായികയുടെ കഥാപാത്രം നല്ലതായിരുന്നു. എല്ലാവരും പെർഫോമൻസിൽ നന്നായിട്ട് തന്നെ ചെയ്തു. ഇമോഷണലി എല്ലാ കഥാപാത്രങ്ങളുമായിട്ട് ഒരു കണക്ഷൻ കിട്ടി. അതെല്ലാം സിനിമയ്ക്കകത്തുണ്ടായിരുന്നു. ആൻഡ് ഓവറോൾ കാന്താര അൾട്ടിമേറ്റ് സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. തിയേറ്ററിൽ തന്നെ പോയി കാണണം. ബൈ, റെട്രോ കാതികൻ.